പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 21 ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും നന്മയും അനുഗ്രഹവും ഉയരത്തിലെ സർവ്വവിധ കൃപകളും ലഭ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം. 2 സാമുവേൽ ചാപ്റ്റർ 7 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. ഇസ്രയേലിന്റെ 2ാമത്തെ അഭിഷിക്തനായ രാജാവാണ് ദാവീദ്. ദാവീദ് രാജസ്ഥാനത്തോട്ട് കയറാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതുൾപ്പെടെ ഒരു യുദ്ധത്തിന്റെ പടയോട്ടത്തിലാണ്. അങ്ങനെ തന്റെ ചുറ്റുപാടുമുള്ള സകല ദേശത്തിന്മേലും ജനത്തിന്മേലും തനിക്ക് വിജയം നൽകി സ്വസ്ഥതയോടെ തന്റെ അരമനയിൽ പാർക്കുമ്പോൾ താൻ ഒരു വലിയ പുതിയ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. തന്റെ അരമന എത്ര മനോഹരമായിരിക്കുന്നു, എത്ര നല്ലതായിരിക്കുന്നു, എന്നാൽ എൻ്റെ ദൈവത്തിന് വസിക്കുവാൻ ഒരു ആലയം ഇല്ലല്ലോ. ഇത് നാഥാൻ പ്രവാചകനോട് പറയുകയും പ്രവാചകൻ അതിന് മറുപടിയായി അങ്ങേക്ക് ഹിതപ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ആ രാത്രിയിൽ ഉറക്കത്തിൽ നാഥാൻ പ്രവാചകനോട് ദൈവം ചില കാര്യങ്ങൾ അരുളി ചെയ്യുന്നു. നീ രാജാവായ ദാവീദിനോട് ഈ വിവരങ്ങൾ അറിയിക്കണം. അങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദാവീദിനോട് പറയുവാനായി നാഥാനോട് അരുളി ചെയ്യുന്നു. നീ ആടിനെ മേയിച്ച് പുൽപ്പുറത്ത് കിടന്നെടുത്ത് നിന്നും നിന്നെ വിളിച്ച് ഇസ്രയേലിന്റെ രാജാവാക്കി മഹാനും ശ്രേഷ്ഠനുമാക്കി. അത് മാത്രമല്ല, നിനക്ക് ഞാൻ രാജസ്ഥാനം സ്ഥിരമാക്കും. നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ മാനിക്കും. ഇങ്ങനെ അനേക കാര്യങ്ങൾ നാഥാനിൽ കൂടെ ദാവീദിനോട് പറയുവാനായി ദൈവം കൽപ്പിക്കുകയാണ്. ഇവയൊക്കെ പറയുമ്പോൾ ദാവീദ് തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പാകെ ഞാനിതൊക്കെ അനുഭവിക്കുവാൻ ഒരു യോഗ്യതയുമില്ല എന്ന് സ്വയം സമർപ്പിച്ച് കീഴ്പ്പെടുകയാണ്. അങ്ങനെ നാഥാൻ തന്നോട് ദൈവം അരുളി ചെയ്തത് ദാവീദിനോട് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 11-ാം വാക്യം. നിന്റെ സകല ശത്രുക്കളെയും ഞാൻ അടക്കും. അത്രയുമല്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗൃഹം ഉണ്ടാക്കും. പ്രിയ ദൈവജനമേ, നമുക്ക് ചുറ്റും ശത്രു ഏതെല്ലാം വിധത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും നമ്മളെ തകർത്തെറിയുവാൻ, നമ്മളെ ഉന്മൂലനാശം ചെയ്യുവാൻ, നമ്മുടെ സന്തതിയെ, നമ്മുടെ ഉയർച്ചയെ, നമ്മുടെ ആത്മീക ഭൗതിക വളർച്ചയെ, നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തെ, കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തെ, നമ്മുടെ ആത്മീയ വളർച്ചകളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ തലമുറ എന്നു വേണ്ട നമ്മുടെ ഒരു മനുഷ്യായുസ്സിൽ ലഭ്യമാകേണ്ട ഏതെല്ലാം നന്മകൾ, അത് ഭൗതികം, തലമുറയിൽ കൂടെ സാമ്പത്തികം, ആരോഗ്യം, മാനസികം, അതിലേറെ ആത്മീകമായിട്ടുള്ളതും തകർക്കുവാൻ ശത്രു നോക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി പറയുക: എന്റെ പൈതലെ, എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ ശത്രുവിനെ ഞാൻ അടക്കും, നിനക്ക് സ്വസ്ഥത നൽകും. മാത്രമല്ല, ഞാൻ നിനക്ക് ഒരു ഗൃഹം പണിയുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതെ, എന്നെയും നിങ്ങളെയും
അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, മാനിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ശത്രുക്കളുടെ പിന്നാലെ നാം ഓടണ്ട പ്രിയമുള്ളവരെ. നാം അവരെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. അവരെ ഞാൻ എങ്ങനെ ജയിക്കും, ഞാൻ എന്ത് ചെയ്യും എന്നിത്യാദിയുള്ള വിഷയത്തിൽ ഭാരപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം ആ ശത്രുവിനെ നമ്മുടെ മുമ്പാകെ അടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പാകെ അവരെ കാൽക്കീഴിൽ മെതിച്ച് വിജയം തരുവാൻ മതിയായ ഒരു ദൈവം ജീവിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും നിങ്ങളുടേതായ ചില വിഷയത്തിൽ വ്യാകുലപ്പെടുന്നവരാ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നിയമക്കുരുക്കുകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ വിദൂരങ്ങളിൽ ചില നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, ചില അതിർ തർക്കങ്ങൾ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ആ വിഷയത്തെ, ആ പ്രശ്നത്തെ അടക്കുവാൻ, തീർക്കുവാൻ, തീർപ്പ് കൽപ്പിക്കുവാൻ ഞാൻ മതിയായവനാണ്. നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾ സഹിക്കുന്ന നിന്ദ, പരിഹാസം, ദുഷി, മനപ്രയാസങ്ങൾ, മനോഭാരങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുവോ? നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അതറിയാം. നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വല്ലാണ്ട് വേദനിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ റിസൾട്ടിൽ ഭാരപ്പെടുന്നുവോ? തുടർന്നുള്ള അഡ്മിഷനിൽ നിങ്ങൾ വേദനിക്കുന്നുവോ? ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നുവോ? വിദേശത്ത് പോകുവാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഇതുവരെയും വിസ ലഭ്യമാക്കാത്തതിനാൽ സങ്കടപ്പെടുന്നുണ്ടോ? ജോലി സ്ഥാനത്ത് നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾ ദുഃഖിക്കുന്നുവോ? നിങ്ങൾ പ്രതികൂലത്തിലും പ്രതിരോധത്തിലും ആയിരിക്കുന്നുവോ? മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടോ? എന്താണ് പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? ആ പ്രശ്നങ്ങളെ എല്ലാം നോക്കിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ആവർത്തിച്ച് ഉറക്കെ ഉറക്കെ പറയുക. എന്റെ ശത്രുക്കളെ എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് കീഴടക്കും. മാത്രമല്ല, ആ ശത്രുവിന്റെ മുമ്പാകെ എനിക്ക് വേണ്ടി സ്ഥിരമായൊരു ഗൃഹത്തെ പണിയുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവം. നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ ഭാരം എത്ര തീവ്രതയേറിയതും എത്ര പഴക്കമേറിയതും എത്ര പ്രതികൂലമേറിയതുമായിക്കൊള്ളട്ടെ, അതിനെ അടക്കി പരിപൂർണ വിജയം തരുവാൻ ദൈവം മതിയാവന. ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് പകൽ ധാരാളമായി പകർന്ന് നിങ്ങളെ അനുഗ്രഹത്തോടെ വഴി നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നാഥാൻ പ്രവാചകനിൽ കൂടെ ദാവീദിനോട് പറഞ്ഞ സദ്വാർത്ത ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ശത്രു ഞങ്ങളുടെ മേൽ ജയം കൊള്ളുമ്പോൾ, ഞങ്ങളെ ജയഭേരി മുഴക്കി ഭയപ്പെടുത്തുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ശത്രുവിനെ കീഴ്പ്പെടുത്തുകയും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ഗ്രഹം പണിത് ഞങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവജനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മളുടെ ഏത് വിധത്തിലുള്ള ശത്രുവാണെങ്കിലും അവരെ ഓർത്ത് മനം കലങ്ങുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട. സ്വർഗത്തിലെ ദൈവം ആ ശത്രുവിനെ കീഴടക്കും. അങ്ങനെ നമുക്ക് നിത്യമായ വിടുതലും വിജയവും നൽകി അനുഗ്രഹത്തോടെ നടത്തുവാൻ മതിയാവന. ആ ദൈവത്തിന്റെ കൃപ, സമാധാനം, അനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായി കൃപയോടെ നടത്തട്ടെ.
കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.